Hi friends, ഞാൻ ഫുഡീസിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഓണം സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പായസമാണ്, ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പായസം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിനായിട്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് വറുക്കാനായ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായി ചൂടായിട്ട് അതിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് ഇതിൻ്റെ കളറ് മാറി നന്നായി വറുത്ത് കഴിയുമ്പോൾ നമുക്ക് കടിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, പൊട്ടും. അതേപോലെ കിട്ടണം. നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകിയെടുക്കുകയാണ്. ഇനി ഈ പരിപ്പ് ഞാനൊന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് വേണം വേവിക്കാനിത്. പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതാക്കി മുറിച്ചാൽ നമുക്ക് വേഗം ഉരുക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 3/4 ബൗള് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശം വെന്ത് കാണും. ഒരു 2 വിസിൽ ഞാൻ അടുപ്പിച്ചിരുന്നു. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല, കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി പാത്രം വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. നന്നായി അരിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ശർക്കരയിൽ ഈ പരിപ്പ് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. നന്നായി ഇളക്കി കൊടുക്കണം. ശർക്കര ഞാൻ ഏകദേശം ഒരു 350 ഗ്രാം ചേർത്തിട്ടുണ്ട്. അപ്പം മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മധുരം ഒരുപാട് പായസത്തിന് വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി വരട്ടിയെടുക്കണത്. അപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങാപ്പാലിൻ്റെ 1ഉം 2ഉം പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം ഇത് 2ാം പാലാണ്. ഇതൊരു ബൗൾ നിറയെ പാലുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതും നന്നായിട്ട് നമുക്ക് ഇളക്കി വരട്ടിയെടുക്കണം.
അപ്പോൾ ഇതും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്നാം പാൽ ഞാൻ ആ ബൗളിന് തന്നെ അര ബൗൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും ഇളക്കിയിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കുപൊടി ഇട്ട് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി വേണം. ഇത് ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചതുകൊണ്ട് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ബൗളിൻ്റെ തന്നെ 1/4 ബൗൾ അത്രയും മതി കുറച്ച് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരുപാട് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട്, പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തിടണം. അപ്പം ഇപ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് പായസത്തിൻ്റെ. ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചൂടാവുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചെറുതായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കിസ്മിസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് നന്നായി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ചെറുപയർ പരിപ്പ് പായസത്തിന്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ ഓണ വിഭവങ്ങളും നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഫുഡീസിൻ്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.